വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പം ഇതുപോലൊരു മുറുക്ക് കുറിക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് സാധാരണ മുറുക്കല്ല, തക്കാളി മുറുക്ക്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്കൂത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വൈകുന്നേരം ചായയോടൊപ്പം ഈ മുറുക്കാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് 1 കപ്പ് വറുത്ത അരിപ്പൊടി, നല്ല നൈസായ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി തന്നെ. 1/2 കപ്പ് കടലമാവ്, ഇത് വറുത്തിട്ടൊന്നുമില്ല കേട്ടോ. 3 തക്കാളിപ്പഴം, ഇത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. തൊലി കളയാൻ വേണ്ടിയിട്ട് നേരത്തെ, ചൂടാറാൻ വേണ്ടിയിട്ട് നേരത്തെ വേവിച്ച് വെച്ചെന്നേ ഉള്ളത്. ഇതിൻ്റെ തൊലി കളഞ്ഞ് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ തക്കാളിക്ക് നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ അതിന് പുളിപ്പ് ഇച്ചിരി കുറവായിരിക്കും. അതിന് ഒരു 1/2 നാരങ്ങ ഇതിൻ്റെ നീരെടുക്കണം. ഒരു 8 മിൻറ്റ് ലീഫ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, ഏതായാലും മതി. വെളിച്ചെണ്ണ എടുക്കരുതെന്നേ ഉള്ളത്. അല്ലെങ്കിൽ ഇതിന് പകരം 1 ടീസ്പൂൺ ബട്ടറാകാം. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഉപ്പ്, വറക്കാൻ വെളിച്ചെണ്ണ. ഇതിൻ്റെ തൊലിയൊന്ന് മാറ്റണം. ഇതൊന്ന് അരിഞ്ഞിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ അകത്തേക്ക് പുതിന ഇലയും കൂടെ ചേർക്കാം. വെള്ളം ഒട്ടും ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. നന്നായിട്ട് അരിഞ്ഞ് കിട്ടണം. തക്കാളിയും പുതിന ഇലയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അരിപ്പൊടി, കടലമാവ്, മുളക് പൊടി, ചെറിയ ജീരകം, ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ആ ഉപ്പും കായപ്പൊടിയും മുളക് പൊടിയൊക്കെ എല്ലായിടത്തും എത്തണം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓയിലൊന്ന് ചൂടാക്കി എടുക്കണം. അത് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ഇനി ഇത് ഈ തക്കാളി പേസ്റ്റ് ചേർത്ത് കുറേശ്ശെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന അതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഈ തക്കാളി പേസ്റ്റ് മുഴുവൻ ചേർത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി പേസ്റ്റ് നമുക്ക് പോരെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർക്കാം. അതുപോലെ നമ്മൾ ഈ ആദ്യമേ ഇങ്ങോട്ട് ഒഴിക്കുമ്പോൾ ഇത് പേസ്റ്റ് കൂടിപ്പോയെങ്കിൽ അല്പം കടലപ്പൊടിയും അരിപ്പൊടിയും കൂടെ സമം ചേർക്കാം. എനിക്ക് പേസ്റ്റിലെ വെള്ളം തികഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ജാറിലേക്ക് ഒഴിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കുവാണ്. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ചേർക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് ചപ്പാത്തി മാവിൻ്റെ അയവിൽ അതിൽ ഒട്ടും കൂടി പോകരുത്. കുറഞ്ഞു പോയാലും നമുക്ക് മുറുക്കുണ്ടാക്കാൻ നേരത്ത് വിട്ട് പോകും. എന്തേ ഉണ്ടോ, നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു സേവനാഴിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഇതിൻ്റെ മുറുക്കിൻ്റെ അച്ച് സ്റ്റാറിൻ്റെ അച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകം ഒന്ന് ഗ്രേസ് ചെയ്യണം. ഏതെങ്കിലും ഓയിൽ മതി. വറക്കാനെടുക്കുന്നത് വെളിച്ചെണ്ണയാണ്, അതോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ആകാം. ഇത് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് ഞാനിത് മൂടി വെച്ചിരിക്കുകയായിരുന്നു. ഇനി കുറേശ്ശെ എടുത്ത് നമുക്ക് അച്ചിനകത്തോട്ട്
ഇട്ട് കൊടുക്കുക. എണ്ണ ഒരു മീഡിയം ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ മുറുക്ക് പിഴിഞ്ഞൊഴിക്കാം. ഞാനിവിടെ മുറിച്ചെടുക്കാനുള്ള രീതിയിൽ ഇങ്ങനെ നീളത്തിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ലോ ടു മീഡിയം ഫ്ലെയിം മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിവ് കയറും. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഇത് കരിഞ്ഞു പോകാതെ നന്നായിട്ട് മൂത്ത് കിട്ടണം. തിരിച്ച് മറിച്ചു വിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പം ഈ മുറുക്ക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. തക്കാളി മുറുക്ക് റെഡിയായി. ബാക്കി നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ തക്കാളി മുറുക്ക് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.